നമസ്കാരം. ജാക്സൺ ചുങ്കത്തി. അംബാനി, അദാനി ഈ കമ്പനികളുടെയൊക്കെ ഷെയർ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാവുന്നൊരു ഷെയറാണ്. ഇതിൻ്റെ ലാഭവിഹിതം കിട്ടും. ഷെയർ വളർന്നു കഴിയുമ്പോൾ അവരുടെ ഷെയർ വളരുന്ന പോലെ നമ്മുടെ ഷെയറും വളരും. ഷെയർ മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും ഇൻഷുറൻസും അങ്ങനെ പല സാധനങ്ങളും ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കാരുടെ കമ്പനിയിൽ ഷെയർ എടുക്കാതെ നിങ്ങൾക്കതിൽ സത്യത്തിൽ ഷെയർ ഉണ്ടോ എന്നുള്ളതാണ്. ഇത് പലപ്പോഴും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ എന്താ പറയുക, നമ്മളുടെ ഈ ലോക്കലായിട്ടുള്ള തോട്ടുകളും അല്ലെങ്കിൽ നമ്മളുടെ അറിവില്ലായ്മയും. കാരണം നമ്മളിപ്പോൾ എഴുതാനും വായിക്കാനും പഠിച്ച ആൾക്കാരാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ തലം അവിടെയാണ്. അല്ലാതെ നമുക്ക് ഭയങ്കര സാമാന്യ വിവരമോ അങ്ങനത്തെ ഒരു ലെവലിലൊന്നുമല്ല നമ്മൾ വളരുന്നത്. ഈവനൊരു തൊഴിൽ പോലും അല്ല നമ്മൾ പലപ്പോഴും വളർത്തുന്നത്. നമ്മൾ വെറുതെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞ ഒരു സാധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കാരണം പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതകൾ ലോൺ എഴുതി തള്ളി. ഒരുപാട് വീഡിയോസിൽ ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ലോൺ എഴുതി തള്ളുകയല്ല ചെയ്യുന്നത്. എഴുതി തള്ളുക എന്ന് പറയുന്നത് ജപ്തി ചെയ്യുന്നേക്കാൾ മുമ്പുള്ള പ്രൊസീജിയറാണ്. എൻ്റെ ലോണും എഴുതി തള്ളും, റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്തിട്ട് ജപ്തിയുടെ പ്രൊസീജിയേഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അംബാനിയുടെ ലോൺ എഴുതി തള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊസീഡിങ്ങിലേക്ക് വന്നുവെന്നും എൻ്റെ ലോൺ എഴുതി തള്ളിയാൽ അത് വരുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളെന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോൺ എന്താ എഴുതി തള്ളും, നമ്മുടെ ലോണും എഴുതി തള്ളും. എഴുതി തള്ളിയിട്ട് അത് അക്കൗണ്ട്സ് മാറ്റിയിട്ടാണ് മറ്റൊടത്ത് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഏത് കമ്പനി എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ച് അതിൽ എത്ര ലാഭം ഉണ്ടാക്കാൻ, അതിൻ്റെ മുഴുവൻ സ്ട്രഗിൾ എടുക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം, തൊഴിലാളികളെ നിയന്ത്രിക്കണം, സെയിൽസ് ഡെവലപ്പ് ചെയ്യണം, എല്ലാ പ്രൊസീജിയറും തലവേദനയും ഒക്കെ നടത്തിക്കഴിഞ്ഞാലും 30% അതിൻ്റെ ലാഭവിഹിതത്തിൻ്റെ 30% നികുതിയായിട്ട് കൊടുക്കണം. അതായത് 1,00,000 രൂപയുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ 30,000 രൂപ സർക്കാരിനാണ്. ആരാണ് ഈ സർക്കാർ എന്നൊരു ചോദ്യമുണ്ട്. നമ്മളാണ് ഈ സർക്കാർ. അപ്പോൾ ഏത് കമ്പനി എവിടെ തുടങ്ങിയാലും, ഇന്ത്യയിൽ തുടങ്ങിയാലും, ഇന്ത്യ ബേസ്ഡായിട്ട് തുടങ്ങിയാൽ അതിൻ്റെ 30% നമ്മളെല്ലാവരും അതിൻ്റെ ലാഭവിഹിതം എടുക്കുന്ന ആളുകളാണ്. നമ്മളൊരു കമ്പനിയെ അങ്ങനെ കൂടി മനസ്സിലാക്കണം. ഒരു ഷെയർ മേടിച്ചില്ലെങ്കിലും നമ്മൾ ആ കമ്പനിയുടെ ഈ പറയുന്ന 30% ലാഭവിഹിതത്തിൽ പങ്കാളികളാണ്. അത് അങ്ങനെ ഉള്ളത് കൊണ്ട് അതിൽ മറ്റ് ബെനിഫിറ്റുകൾ, ഇപ്പോൾ GST അല്ലെങ്കിൽ മറ്റ് തൊഴിലാളികൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവർ കൊടുക്കുന്ന ടാക്സ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് സർക്കാരുകൾ അവർക്ക് ചില അഡ്വാൻറ്റേജസ് കൊടുക്കുന്നത്. അങ്ങനെ കൂടി അതിനെ മനസ്സിലാക്കാൻ പഠിക്കണം.